ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ അതുല്യ പ്രതിഭയും അനശ്വര കലാകാരനുമായിരുന്ന ഇന്നസെന്റിനോട് ഒരിക്കൽ ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിച്ചു. എന്തായിരിക്കാം താങ്കൾക്ക് ഇന്നസെന്റ് എന്ന് പേരിട്ടത്? അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ നർമ്മശൈലിയിൽ പറഞ്ഞു, വളർന്നു വരുമ്പോൾ ഞാനൊരു പോക്കിരിയാകുമെന്ന് എൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയാമായിരുന്നു. അങ്ങനെ പോക്കിരിയായ എന്നെ ഏതെങ്കിലും കുറ്റത്തിന് പിടിച്ച് കോടതിയിൽ എത്തിച്ചാൽ ജഡ്ജി ചോദിക്കും, ഹു ആർ യു? ഐ ആം ഇന്നസെന്റ്. ഞാൻ പറയും. അവിടെ നിൽക്കുന്ന പോലീസുകാരെ സമ്മതിക്കും ഞാൻ ഇന്നസെന്റ് ആണെന്ന്. അങ്ങനെ ഇന്നസെന്റ് ആയ എനിക്ക് പുറത്തിറങ്ങി വരാം. ഇന്നസെന്റിന്റെ നിഷ്കളങ്കമായ നർമ്മ സംഭാഷണം ആരെയും ആകർഷിക്കുന്നതായിരുന്നു. നിഷ്കളങ്കതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലോടി വരുന്നത് ആട്ടിടയരെയാണ്. ഇതുപോലൊരു ഭാഗ്യം ലഭിച്ചവർ വേറെ എവിടെയുണ്ട്? ലോകരക്ഷകനായി ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന മഹാസന്തോഷ വാർത്ത ആദ്യമെത്തിയത് ആട്ടിടയരുടെ ചെവികളിലാണ്. ആ വാർത്ത ലോകത്തോട് വിളിച്ചു പറഞ്ഞതും അവരാണ്. യേശു കുഞ്ഞിനെ ആദ്യം കാണുക എന്ന ഭാഗ്യവും അവർക്ക് ലഭിച്ചു. നിഷ്കളങ്കരായവർക്ക് വലിയ വിശ്വാസമാണെന്ന് പറയാം. കാരണം യേശുവിന്റെ ജനന വാർത്തയെക്കുറിച്ച് പല ദർശനങ്ങളും പലർക്കും ലഭിക്കുമ്പോഴും പൂർണ്ണമായ ആ വാർത്ത വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചവരാണ് ആട്ടിടയന്മാർ. രാജകൊട്ടാരങ്ങളിൽ രക്ഷിതാവിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന അനേകർ ഉണ്ടായിരുന്നു. എങ്കിലും അന്നന്നത്തെ ആഹാരത്തിനായി കാലികളെ മേയ്ക്കുന്നവരും സമൂഹത്തിലെ താഴെത്തട്ടിൽ ജീവിക്കുന്നവരും എല്ലാവരാലും അവഗണിക്കപ്പെട്ടവരും സമ്പത്തോ പദവികളോ ഒന്നുമില്ലാതിരുന്നവരുമായ ആട്ടിടയർക്കാണ് ഈ ഭാഗ്യമെല്ലാം ലഭിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നതെല്ലാം നടന്നതാണോ അതോ വെറും കെട്ടുകഥകളാണോ എന്നൊക്കെ ചിന്തിച്ച് വിശ്വാസമില്ലാതെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നവരുടെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ ആട്ടിടയരുടെ നിഷ്കളങ്കതയും വിശ്വാസവും നമുക്ക് നല്ല മാതൃക കാട്ടിത്തരുന്നു. നിർമ്മല മാനസരായ ആട്ടിടയരെ പോലെ നിഷ്കളങ്കരായി തീരാൻ നമുക്ക് സാധിക്കണം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാരെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവിക അരുളപ്പാടുകളെയും വിശുദ്ധ വഴികളെയും നിഷ്കളങ്കമായി വിശ്വസിക്കുക എന്നതാണ് നല്ലൊരു ഭക്തന്റെ ലക്ഷണം. ക്രിസ്തുമസ് വെറും ആഘോഷങ്ങൾ മാത്രമായി മാറ്റപ്പെടുന്ന ഇന്നത്തെ ലോകത്ത് ആട്ടിടയരെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചവരും നിഷ്കളങ്കരുമായി തീർന്ന് യഥാർത്ഥ ജനന പെരുന്നാൾ ആഘോഷിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.